പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ 13 പേർ കസ്റ്റഡിയിൽ. എഫ്ഐആറുകളുടെ എണ്ണം 9 ആയി. 2 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ 20 അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. കൂടുതൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ചേരുകയാണ്. ശ്രീരാജ്, എവിടേക്കെയാണ് പോലീസിനെ കൂടുതൽ പരിശോധനകൾ, അന്വേഷണങ്ങൾ നടത്തുക? ഇതിനോടകം ആരൊക്കെ പിടിയിലായിട്ടുണ്ട്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഏറ്റവും ഒടുവിലായി 13 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 20 പേരെ ആകെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊല്ലം ജില്ലയിലടക്കം ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് പുറത്തേക്കും കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. നിലവിൽ 13 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഉടൻ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇവരുടെ നമ്പർ, പേര് എന്നതിൽ മാത്രമല്ല, കൃത്യമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരുടെ എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൂടുതൽ തെളിവുകൾ, ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ കൂടുതൽ തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, 5 വർഷത്തോളമായി ഉള്ള കേസിലുള്ള പ്രതികളാണ് ഇതിൽ പലരും. അപ്പോൾ അത്രയും അല്ലെങ്കിൽ അത്രയും പിന്നിലേക്ക് പോയി തെളിവുകൾ കണ്ടെത്തുക ഒരു പോലീസിന് ദുഷ്കരമായ ദൗത്യം തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുവാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും നിലവിൽ 13 പേർ കസ്റ്റഡിയിലും 20 പേർ അറസ്റ്റിലുമായിട്ടുണ്ട്. ഈ 20 പേർ അറസ്റ്റിലായതിൽ പ്രായപൂർത്തിയാകാത്ത +2 വിദ്യാർത്ഥി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നിലവിൽ കസ്റ്റഡിയിലുള്ളതിലും പ്രായപൂർത്തിയാകാത്ത ആളുകളും ഉൾപ്പെടെയുണ്ട്. പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൽ സഹപാഠികൾ ഉൾപ്പെടെയുണ്ട് എന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. അത്തരത്തിൽ സഹപാഠികളായിട്ടുള്ള ആളുകൾ തന്നെ 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അവരെയും നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ എല്ലാം അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് സാധ്യത. ഉച്ചയോടുകൂടി ഏകദേശം ഒരു 10ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിൽ നിലവിൽ കസ്റ്റഡിയിലെടുത്തതിൽ ഒരാൾ ഇലവന്തിട്ട സ്റ്റേഷൻ പരിധിയിലുള്ളയാളാണ്. അപ്പോൾ അയാളെ ഇലവന്തിട്ട പോലീസിന് കൈമാറും. തുടർന്ന് ഏകദേശം നമുക്ക് ഉച്ചയോടുകൂടി ഏകദേശം 10ഓളം പേരുടെ 10ൽ കൂടുതൽ ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും ഇന്നലെയും ഇത്രയും ദിവസത്തിനുള്ളിൽ ഇന്ന് വരെ 30 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് സാധിക്കും. 40-ന് മുകളിൽ ആളുകളുടെ വിവരങ്ങൾ പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി മൊഴി നൽകിയത് 62 പേർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നായിരുന്നെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും 40-ന് മുകളിൽ ആളുകളെയും പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. തുടർന്ന് ഇവരെല്ലാം തന്നെ പോലീസിനെ പിടികൂടാനായിരിക്കും പോലീസിന്റെ ശ്രമം നടക്കുന്നത്. ഈ 62 എന്ന സംഖ്യയിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം പലരും വിദേശത്തുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലയിൽ നിന്നും മാറി താമസിക്കുന്ന ആളുകളുണ്ട്, ജോലിയുടെ ഭാഗമായി പോയ ആളുകളുണ്ട്. എന്തായാലും മുഴുവൻ പേരെയും പിടിക്കാനുള്ള ശ്രമകരമായ ദൗത്യം തന്നെയാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.